ഹായ്, എല്ലാവർക്കും നമസ്കാരം. V14 മീഡിയയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചേച്ചി നമസ്കാരം. കുറെ ദിവസം കൂടി നമ്മൾ ഇന്ന് കാണുന്നത് ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചേച്ചി ഒന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അതായത് ജൈവ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വളരെയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന രാസകീടനാശിനിയും രാസവളങ്ങളും ഒന്നും ഉപയോഗിക്കാതെ ജൈവ വളങ്ങളും ജൈവ കീടനാശിനിയും വളർച്ചാ ത്വരകങ്ങളും ഉപയോഗിച്ച് നമ്മൾ യഥാസമയം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആദായം കിട്ടുകയുള്ളൂ. അതിൽ ഏതൊക്കെ തരത്തിലുള്ള ജൈവ വളങ്ങളാണ് സാധാരണയായി ചേച്ചി ഉണ്ടാക്കുകയും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്? ഞാൻ സാധാരണയായി ജൈവവള കൂട്ടുകളും വളർച്ചാത്വരവും സസ്യ സംരക്ഷണ മരുന്നുകളും ഉണ്ടാക്കാറുണ്ട്. കാരണം പലരും പരാതി പറയുന്നുണ്ട് കൃഷി ചെയ്യുമ്പോൾ തന്നെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകുന്നുണ്ട് എന്ന്. അതുകൊണ്ടാണ് സസ്യ സംരക്ഷണ മരുന്നുകളും നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഞാൻ ഇപ്പോൾ തയ്യാറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ജൈവവള കൂട്ടാണ്. കാരണം ജൈവവള ഏതെല്ലാം തരത്തിലുള്ള വളങ്ങളുണ്ടെന്ന് പറയാമോ? 2-3. അതെ, ജൈവവളക്കൂട്ട് പലതരത്തിലുണ്ട്. പറയാം, ജൈവവളക്കൂട്ടുകൾ പലതരത്തിലുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ സാധാരണയായിട്ട് ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ജൈവവളക്കൂട്ടുകൾ ജീവാമൃതം ഉണ്ടാക്കാറുണ്ട്, ചാണക സ്ലറി ഉണ്ടാക്കാറുണ്ട്, വിവിധ തരം കമ്പോസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് മണ്ണിര കമ്പോസ്റ്റ് പ്രധാനമായിട്ട് ഇപ്പൊ വ്യാപകമായിട്ട് ആൾക്കാരുണ്ടാക്കി വരുന്നുണ്ട്. അങ്ങനെ പല മണ്ണിരയുടെ സ്ലറി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ജൈവവളക്കൂട്ടുകൾ പലതരത്തിലുണ്ട്. ജീവാമൃതം കൂടാതെ ഇപ്പൊ ഹൃദയാമൃതം എന്നും പറഞ്ഞ് പുതിയൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കൃഷിക്ക് വളരെ അത്യുത്തമമാണ്. ഇന്ന് ഇപ്പൊ ചേച്ചി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്ത് തരത്തിലുള്ള ജൈവവളമാണ്? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതും അധികം ചെലവുകൾ ഇല്ലാത്തതും എന്നാൽ ഗുണപ്രദവുമായ ഒരു ജൈവവളക്കൂട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ജീവാമൃതം. ഈ ഒരു അളവിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നാടൻ പശുവിന്റെ പഴക്കമില്ലാത്ത 1 കിലോ ചാണകം, അതുപോലെ തന്നെ നാടൻ പശുവിന്റെ മൂത്രം, അത് കഴിഞ്ഞ് നമുക്ക് 100 ഗ്രാം ശർക്കര, പക്ഷെ കറുത്ത ശർക്കര വേണം ഉപയോഗിക്കുന്നതിന്. 100 ഗ്രാം പയറുപൊടി. ഇത് പയറോ ചെറുപയറോ അതുപോലെ കടലയോ ഇരട്ടപ്പരിപ്പുള്ള ഏതിന്റെ പൊടിയും നമുക്ക് ഉപയോഗിക്കാം. അത് കൂടാതെ നമുക്ക് 1 പിടി മണ്ണ്, നമ്മുടെ കയ്യിൽ കൊള്ളുന്ന 1 പിടി മണ്ണ് കൂടി ഉപയോഗിക്കണം. ഈ മണ്ണ് രാസവളം ചെയ്തിട്ടില്ലാത്ത സ്ഥലത്ത് നനവുള്ളതുമായ മേൽമണ്ണായിരിക്കണം. ചാണകം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കലക്കിയ ചാണകത്തിലേക്ക് നമ്മൾ നമ്മളുടെ കയ്യിലുള്ള 1 ലിറ്റർ ഗോമൂത്രം കൂടി നല്ലതുപോലെ കലങ്ങുന്നതിന് ഒഴിച്ചു കൊടുക്കുന്നു. ഗോമൂത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചാണകവും ഗോമൂത്രവും ഇതിലേക്കായി. അതിനുശേഷം അതിലേക്ക് നമ്മൾ പയറുപൊടി ചേർത്ത് കൊടുക്കുന്നു. നൂറ് ഗ്രാം പയറുപൊടി നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ശേഷം ശർക്കര, നമ്മുടെ കയ്യിലുള്ള ശർക്കര 100 ഗ്രാം ശർക്കര നമ്മൾ ആയതിലേക്ക് ഇടുന്നു. ഇനി നമ്മുടെ അവസാന ഭാഗമായ നമ്മുടെ മണ്ണ് നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നു. ഇപ്പോൾ നമ്മൾ നമ്മളുടെ എല്ലാ വസ്തുക്കളും ഒരുമിച്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ 10 ലിറ്റർ വെള്ളത്തിൽ നിന്ന് ഒരു 2 ലിറ്റർ വെള്ളം ആദ്യം നമ്മൾ എടുത്തു. ഇനി ബാക്കി വെള്ളം കൂടി ഇതോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് കലക്കിയത് എല്ലാം കൂടെ കലക്കി ഇപ്പം റെഡിയാക്കി വെച്ചേക്കുവാണല്ലോ. ഇത് ഇങ്ങനെ തന്നെയാണോ ചെടിച്ചോട്ടിലോട്ട് ഒഴിക്കുന്നത്? അല്ലല്ല, ഈ നമ്മൾ കലക്കിയതിന് നമ്മൾ 3-4 ദിവസം വെച്ചേക്കണം. 3-4 ദിവസം വെക്കുക എന്ന് പറയുമ്പോൾ ഇത് എല്ലാ ദിവസവും 2 പ്രാവശ്യമെങ്കിലും നമ്മൾ രാവിലെയും വൈകിട്ട് ക്ലോക്ക് വൈസിൽ ഇത് ഇളക്കി കൊടുക്കണം. ക്ലോക്ക് വൈസിൽ ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുത്തിട്ട് ഇതിനെ നമ്മൾ മറ്റ് ക്ഷുദ്രജീവികളൊന്നും വീഴാതിരിക്കുന്നതിന്
വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ നമ്മൾ മൂടി വെക്കുക. മൂടി വെക്കുമ്പോൾ വായു സഞ്ചാരം ഉണ്ടാകത്തക്ക ചണത്തിന്റെ ചാക്കോ അതുപോലെ എന്തെങ്കിലും സാധനമാണെങ്കിൽ വളരെ നല്ലത്. അത് എത്ര ദിവസം വരെ ഇത് വെച്ചോണ്ടിരിക്കും? അതാണ് ഇതിന്റെ പ്രത്യേകത. പരമാവധി 7 ദിവസം വരെ വെച്ചോണ്ടിരിക്കാവും. 7 ദിവസം കഴിഞ്ഞാൽ അതിലെ ജീവാണുക്കളുടെ എണ്ണം കുറയും. അതുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക, ചെടികൾക്ക് കൊടുക്കാം. ഇത് ഇനി ഇതിനകത്തേക്ക് എന്തെങ്കിലും ചേർക്കണോ? വെള്ളം ചേർക്കോ അങ്ങനെ? അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ച് ഒഴിച്ചാൽ മതി? ന്യായമായ ഒരു സംശയമാണ്. ഇത് നമ്മൾ 4 ദിവസം കഴിഞ്ഞ് നമ്മൾ ഇത് എടുക്കുമ്പോൾ ശരിക്കും നല്ല കട്ടിയിലായിരിക്കും വരിക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്, നമ്മൾ ആകെ 10 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കലക്കി വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം 1 ലിറ്ററിന് 10 ലിറ്റർ എന്ന ക്രമത്തിൽ വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്ത് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന്. ചെടികളുടെ ചോട്ടിൽ ഒഴിക്കണോ അതോ ഇച്ചിരി അകത്തി ഒഴിക്കണോ? അങ്ങനെ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കണം. മണ്ണിടണോ? അത് ജൈവ കൃഷിയിൽ വേറൊരു പ്രത്യേകതയുണ്ട്. മണ്ണിനെ പുതപ്പിക്കുക എന്ന് പറയും. അതായത് മണ്ണിൽ നേരിട്ട് സൂര്യപ്രകാശമോ നേരിട്ട് വെള്ളമോ വീഴുന്നത് അത്ര നല്ലതല്ല. ശരിക്കും നമ്മൾ എന്തെങ്കിലും കരിയിലയോ അതുപോലെ എന്തെങ്കിലും സാധനം കൊണ്ട് ചുവടെപ്പോഴും നമ്മൾ പുതച്ചിടുന്നത്, കവർ ചെയ്തിടുന്നത് നല്ലതാണ്. അതിന്റെ പൊക്കത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ചെടിയുടെ പേരിൽ ചുവട്ടിൽ തട്ടിയെന്ന് വിചാരിച്ച് യാതൊരു വിഷയവുമില്ല. ഈ കലക്കി വെച്ച ഈ ജീവാമൃതം, അതല്ലേ ഇതിന്റെ പേര് പറഞ്ഞത്? ഈ ജീവാമൃതം എങ്ങനെയാണിത് ഇത്രയും ദിവസം പ്ലാസ്റ്റിക്കിന്റെ പാത്രത്തിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതോ ഇത് പിന്നെ ഏതെങ്കിലും പാത്രത്തിൽ കലക്കി വെച്ചാൽ മതിയോ? മറ്റൊന്ന് ചോദിക്കാനുള്ളത്, സംശയം എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ്, ഇത് വീടിനകത്ത് സൂര്യപ്രകാശം ഏൽക്കാതെ വെക്കണോ അതോ സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ വെക്കണോ എന്നുള്ളതാണ്. അതായത് ജീവാമൃതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള സംഭവമാണ്. മണ്ണിന്റെ ജീവൻ നിലനിർത്തുന്നതിന്, ഇതിൽ സൂക്ഷ്മാണുക്കൾ കൂടുതൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് തന്നെ. ഇതിനെ തണലിൽ മാത്രമേ സൂക്ഷിക്കാവൂ. അത് വെയിലത്ത് വെക്കുന്നത് ശുഭകരമല്ല. അതുപോലെ തന്നെ ആ സംശയം ചോദിച്ചുകൊണ്ട് പറയാം, ഗോമൂത്രം നമ്മൾ എടുക്കുമ്പോൾ ഗോമൂത്രം ലോഹപാത്രത്തിലൊന്നും എടുക്കാൻ പാടില്ല. ലോഹപാത്രത്തിൽ ഗോമൂത്രം എടുത്തിട്ട് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോ ജീവാമൃതം എന്ന ഈ ജൈവവളം ഉണ്ടാക്കിയത് എല്ലാവരും കണ്ടല്ലോ. ചേച്ചി വളരെ മനോഹരമായിട്ട് തന്നെ ഇത് പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു. ചേച്ചിയോട് താങ്ക്സ് ഉണ്ട്. മറ്റൊരു വളക്കൂട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.